ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാ നിനക്കൊന്നും മനസ്സിലാവില്ല സോഹ. ഇത് മനസ്സിലാവണമെങ്കിൽ നവീൻ ആരാണെന്ന് മനസ്സിലാക്കണം, നവീന്റെ പാസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം, നവീന്റെ പാപ്പനെ കുറിച്ച് മനസ്സിലാക്കണം, ലിയയുടെ ട്വിൻ ബ്രദറും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കണം. അതിന് ഒരുപാട് വർഷങ്ങൾ പിന്നോട്ട് പോകണം. അമ്മ, ഞാൻ കളിക്കാൻ പോവാ. എടാ, ഞാൻ ചോറ് വിളമ്പി വെച്ചത് കണ്ടില്ലേ, അത് കഴിച്ചിട്ട് പോ. എനിക്ക് വേണ്ട, ഇവിടെ എന്നും വെജിറ്റബിൾസ് മാത്രമേ കാണൂ. ഞാൻ എന്ന് പറയാൻ തുടങ്ങിയതാ ചിക്കനോ ബീഫോ മട്ടനോ എന്തെങ്കിലും വാങ്ങി കറി വെക്കാൻ. അതൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം വാങ്ങാം. നീ പോ, തൽക്കാലം ഇത് കൂട്ടി കഴിക്കി. വേണ്ട, ഇവിടെ എന്നാണോ ഞാൻ പറയുന്നത് ഉണ്ടാക്കുന്നത് അന്ന് ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിക്കൂ. എടാ, നിനക്ക് ഇച്ചിരി കുറുമ്പ് കൂടുന്നുണ്ടേ. എനിക്ക് എൻ്റെ അച്ഛൻ്റെ കുറുമ്പ കിട്ടിയേക്കുന്നെന്ന് അമ്മ തന്നെയല്ലേ പറയുന്നേ. അയ്യോ, ഇവൻ അതും മനസ്സിൽ വെച്ച് നടക്കുകയാണോ? ലക്ഷ്മിക്കുട്ടി, ഏട്ടൻ വന്നോ? എവിടെടി എന്റെ മോൻ? കളിക്കാനെന്നും പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു വഹ കഴിച്ചിട്ടില്ലെന്നേ. അവന് ചിക്കനോ ബീഫോ മട്ടനോ കിട്ടിയാലേ കഴിക്കൂന്ന്. അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. നിന്റെ ഈ സാമ്പാർ കഴിച്ച് കഴിച്ച് മടുത്ത മനുഷ്യന്. എന്നാ നിങ്ങൾ ചെന്ന് ചിക്കനോ ബീഫോ വാങ്ങിട്ട് വാ, ഞാൻ വെച്ചുണ്ടാക്കി തരാമല്ലോ. അതിന് പൈസ വേണ്ടേ? എന്നാലേ ഈ സാമ്പാർ കൂട്ടി വല്ലതും കഴിക്കാൻ നോക്ക്. വന്നോ? എടാ, വിളക്ക് വെക്കുന്നതിന് മുന്നേ വീട്ടിൽ വരണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? മതി മതി, നീ ചെന്ന് കുളിക്കട മോനെ. നിങ്ങളാണ് അവനെ ഇങ്ങനെ വഷളാക്കുന്നത്. എന്റെ മോനല്ലേ, കുറച്ച് വഷളത്തരമൊക്കെ കയ്യിലുണ്ടാവുന്നത് നല്ലതാ. വിച്ചു, നിന്റെ കാപ്പി കൂടി ഇപ്പോഴും കഴിഞ്ഞില്ല. ചെന്ന് പഠിക്കാൻ നോക്കൂ കുട്ടി. എനിക്ക് കുറച്ച് മനസമാധാനം തരാൻ പറ അച്ഛ ഈ അമ്മയോട്. ഏത് സമയവും പഠിക്കി. ഈ പോക്ക് പോയാലേ അടുത്ത പരീക്ഷക്കും അവൻ ആനമുട്ട വാങ്ങിയിട്ട് വരും. എന്റെ പൊന്നി ലക്ഷ്മിക്കുട്ടി, നീ നിനക്ക് അടുക്കള വല്ല പണിയുണ്ടെങ്കിൽ അത് പോയി നോക്ക്. അവൻ പഠിച്ചോളൂ. പഠിച്ചാ മതി. അച്ഛാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താടാ മോനെ? അച്ഛാ, ലക്ഷ്മിക്കുട്ടി എൻ്റെ ശരിക്കുള്ള അമ്മയല്ലേ? മോനെ പറ അച്ഛാ, അച്ഛനതിനെങ്ങനെ തത്തി കളിക്കുന്നേ? എന്താണെങ്കിലും എന്നോട് പറഞ്ഞോ. അത് മോന്റെ ശരിക്കുള്ള അമ്മയല്ല. ഏട്ടാ, അമ്മ എൻ്റെ അമ്മ തന്നെയാ. ഞാൻ പിന്നെ ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്നോട് ദാസപ്പൻ ഇങ്ങനെ ചോദിച്ചു. അവൻ്റെ അച്ഛമ്മ പറയുന്നത് കേട്ടിട്ട് അപ്പം അത് ഉറപ്പാണോ എന്ന് നോക്കാനാ ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് അമ്മയെന്ന് വിളിക്കുന്നതും സ്നേഹിക്കുന്നതൊക്കെ എൻ്റെ ഈ അമ്മയല്ലേ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്കൊരിക്കലും ഇതെൻ്റെ അമ്മയല്ലെന്നൊന്നും തോന്നിയിട്ടേയില്ല. ഇപ്പം ദാസപ്പൻ പറഞ്ഞപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യാനാ ചോദിച്ചത്. ഇനി അതിൻ്റെ പേരിൽ എൻ്റെ ലക്ഷ്മിക്കുട്ടി കരഞ്ഞിരിക്കരുത് പ്ലീസ്. എന്താ എൻ്റെ ലക്ഷ്മിക്കുട്ടി ഇങ്ങനെ തൊട്ടാവാടിയായാലോ? കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയി ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞങ്ങളുടെ ലൈഫ് മാറ്റിമറിച്ച, ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, എന്നാൽ ഒരിക്കലും മറക്കാത്ത ആ ബ്ലാക്ക് ഡേ വന്നത്. അന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് സന്തോഷിച്ച ദിവസമായിരുന്നു. പക്ഷേ എൻ്റെ ആ സന്തോഷത്തിന് അല്പസമയത്ത് ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്കൂളിലൊരു കോമ്പറ്റീഷന് നിന്നായിരുന്നു. എന്തോ ഒരു ക്വിസ് മത്സരം. അതിലെനിക്ക് ഫസ്റ്റ് കിട്ടി, ഒരു മെഡലൊക്കെ കിട്ടി. ആദ്യമായിട്ട് കിട്ടിയ സമ്മാനം അച്ഛനെയും അമ്മയും കാണിക്കാനായിട്ട് ഓടി വീട്ടിലേക്ക് ചെന്നതാ. അച്ഛനും അമ്മയും അല്ലാതെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. വീട്ടിലേക്കുള്ള ആദ്യത്തെ കൽപ്പടവ് കയറിയപ്പോഴേ ഞാൻ കണ്ടു പന്തലും കസേരയും സ്റ്റൂളും, അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് മുഖങ്ങൾ. എന്നെ കണ്ടതും എല്ലാവരുടെയും കണ്ണ് എന്നിലായി. പലരിലും പല ഭാവങ്ങൾ. ചിലരിൽ സിമ്പതി, ചിലരിൽ സഹതാപം, ചിലരിൽ സങ്കടം, ചിലരിൽ പുച്ഛം, അങ്ങനെ പല ഭാവങ്ങൾ. അന്നെനിക്ക് ആ ഭാവങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലായിരുന്നു. ഞാൻ വീട്ടിനകത്തേക്ക് കയറിയപ്പോഴാണ് കണ്ടേ അച്ഛൻ്റെ അമ്മേൻ്റെ ഫോട്ടോയിൽ മാലയൊക്കെ ഇട്ട് അടുത്ത് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച്. എനിക്കറിയായിരുന്നു മരിച്ചവരുടെ ഫോട്ടോയിൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പം
അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയും അച്ഛനും എന്നെ തനിച്ചാക്കി പോയെന്ന്. പക്ഷെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും ബോഡി അവിടെ ഇല്ലായിരുന്നു. പിന്നീട് കുറേ സമയത്തിന് ശേഷം ആരൊക്കെയോ ചേർന്ന് 2 ബോഡിയെന്ന് തോന്നിപ്പിക്കുന്ന രൂപം കൊണ്ടുവന്ന് വെച്ചു, കത്തിക്കരിഞ്ഞ്. അതെൻ്റെ അച്ഛനും അമ്മയും തന്നെയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്ന പോലും ഇല്ലായിരുന്നു. അത്രക്കും കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു ആ 2 ബോഡികളും. പക്ഷെ അപ്പോഴും ഞാൻ ആലോചിച്ചത്, ഇവര് എന്നോട് പറയാതെ എങ്ങോട്ടാ പോയത്? അച്ഛനാണെങ്കിൽ ജോലിക്ക് പോവും, അമ്മ വീട്ടിലല്ലേ ഉണ്ടാവുന്നത്. എന്നിട്ടും ഇപ്പം 2 പേരും ഒരുമിച്ച്, അതും ഈ കത്തി നശിച്ച നിലയിൽ. എനിക്കന്ന് ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല. അന്ന് എന്നെ താങ്ങി നിർത്തിയത് ഈ നിൽക്കുന്ന എൻ്റെ പാപ്പനാ, എൻ്റെ അച്ഛൻ്റെ ഉറ്റ ചങ്ങാതി. നാട്ടുകാർ മൊത്തം ഇവരെ പാപ്പനെന്നാണ് വിളിക്കുന്നത്. അത് കേട്ട് ഞാനും അങ്ങനെ വിളിച്ചു തുടങ്ങി. പിന്നീട് അങ്ങോട്ട് പാപ്പൻ്റെ കൂടെയായിരുന്നു എൻ്റെ ജീവിതം. എൻ്റെ സ്കൂളൊക്കെ വെട്ടി പാപ്പൻ്റെ നാട്ടിലേക്ക് പോയി. പുതിയ സ്കൂളിൽ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കിട്ടിയത് ഇവനെയാ, ലൂസിഫർ എന്ന ലൂസി, നമ്മുടെ ലിയയുടെ ട്വിൻ ബ്രദറ്. ഞങ്ങൾ സംസാരിച്ചപ്പോൾ മനസ്സിലായി ഞാനും ഇവനും ഒരേ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണെന്ന്. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നതിലുപരി ഞങ്ങൾ തമ്മിൽ വേറൊരു റിലേഷനും കൂടെ ഉണ്ട്. എൻ്റെ കസിനാ ഇവൻ. എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ പെങ്ങടെ മക്കളാ ഇവനും ലിയയും. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, ഞാൻ ഹിന്ദു, ഇവൻ ക്രിസ്ത്യൻ. അതായത് ഇവൻ്റെ അമ്മ, അതായത് എൻ്റെ അമ്മായി, ഒരു ക്രിസ്ത്യാനിയുടെ കൂടെ ഒളിച്ചോടിപ്പോയതാ. എൻ്റെ അച്ഛനെന്ന് പറയപ്പെടുന്ന അയാൾ എൻ്റെ അമ്മയെ കെട്ടി തൂക്കിക്കൊന്നു. എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്നെ ഓർഫിനേജിലേക്കാക്കി. ലിയയെ ഇപ്പോൾ അവൾ അപ്പൻ അമ്മ എന്ന് വിളിക്കുന്ന അവർക്ക് കൊടുത്തു. അവൾ ഭാഗ്യമുള്ള കുട്ടിയാണ്. അവർ ഒരു കുറവും വരാതെയാണ് നോക്കിയത്. ഞാൻ സ്കൂളിൽ നല്ല രീതിക്ക് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അതായത് ഒരു ഭ്രാന്തനെ പോലെ. സ്വന്തം അമ്മയെ സ്വന്തം അച്ഛൻ കെട്ടിത്തൂക്കുന്നത് നേരിട്ട് കണ്ടൊരു ചെറിയ കുട്ടിക്ക് ഇങ്ങനെയൊക്കെയല്ലേ ആവാൻ പറ്റൂ. അതുകൊണ്ട് ഒരു കുട്ടികളും എന്നോട് അടുക്കില്ലായിരുന്നു. പെട്ടെന്ന് ഇവൻ അങ്ങോട്ട് വന്നേ. ഇവൻ എന്നോടെന്തോ പെട്ടെന്ന് കൂട്ടായി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ നമ്മുടെ കോളേജിലേക്ക് വന്നു. അന്ന് ഞാൻ ആദ്യമായിട്ട് സോഹനെ കാണുന്നത്. ശേഷം ഞാൻ സോഹനോട് പറഞ്ഞതിൽ 99% കള്ളങ്ങളാ. ഒരൊറ്റ സത്യം മാത്രമേ ഉള്ളൂ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. നമ്മളൊന്ന് സെറ്റായി വരുന്ന ആ ഒരു ടൈമിലാണ് എന്നെ പാപ്പ നാട്ടിലേക്ക് വിളിച്ചത്. അപ്പം എനിക്ക് വായ വന്ന കള്ളം ഞാൻ പറഞ്ഞു, എൻ്റെ കസിൻ്റെ കല്യാണമാണെന്ന്. ഓർക്കുന്നുണ്ടോ സോഹാനി? എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ഒരറിവും ഇല്ലാത്ത സമയത്താണ് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു എന്നുള്ള വാർത്ത നിങ്ങൾ കേൾക്കുന്നത്. മരിച്ചതല്ല, ഞാൻ കൊന്നതാ. നിൽക്കുന്ന ലൂസിയുടെ അച്ഛനും കാമുകിയും ഞങ്ങളുടെ ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് കൊന്നത്. ബോഡി കളയാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് പോയ സമയത്താണ് നിങ്ങൾ എൻ്റെ വീടും തേടി പിടിച്ച് വന്നത്. അപ്പോൾ പാപ്പൻ്റെ വായ തോന്നിയ കള്ളം പാപ്പൻ വിളിച്ച് പറഞ്ഞു. നിങ്ങളെല്ലാവരും അത് വിശ്വസിച്ചു. നീ ഓർക്കുന്നുണ്ടോ സോഹ? അന്ന് നിങ്ങൾ എൻ്റെ വീട് തേടി പിടിച്ച് വന്ന ദിവസം നൈറ്റ് എല്ലാവരും കുടിച്ച് പൂസായി കിടക്കുമ്പോൾ ഞാൻ റൂമിലേക്ക് വന്നത് അല്പം ലേറ്റായിട്ടാണ്. അതുവരെ ഞാൻ പാപ്പനുമായിട്ട് സംസാരിക്കുകയായിരുന്നു കിച്ചുവിനെ കുറിച്ച്. അന്നാ ഞാൻ അറിയുന്നത് എൻ്റെ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ മകനാണ് കിച്ചു എന്ന്. ലക്ഷ്മിക്കുട്ടിയമ്മയും കിച്ചുവിൻ്റെ അച്ഛനും തമ്മിൽ ഡിവോഴ്സ് ആവുന്ന സമയത്ത് കിച്ചുവിൻ്റെ അച്ഛൻ കിച്ചുവിനെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തില്ല. ഒരുപാട് കാലം നന്നായിട്ട് നോക്കി. പക്ഷേ പെട്ടെന്നൊരു അറ്റാക്ക് രൂപത്തിൽ അവൻ്റെ അച്ഛൻ പോയി. പിന്നീട് ഇവൻ ലൂസിയെ പോലെ തന്നെ ഒരു ഓർഫനേജിലാണ് നിന്നത്. ഇനി മിസ്സിംഗ് കേസിലേക്ക് വരാം. ഗർഭിണിയാണെന്ന് പറയപ്പെടുന്ന ഒരു പെൺകുട്ടി. ഇവളുടെ മിസ്സിങ്ങും കിച്ചുവിൻ്റെ ട്രാൻസ്ഫറും ഒരുമിച്ചായിരുന്നു. ഈ കേസിൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുന്ന കിച്ചു എന്നിലേക്ക് എത്തി. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? അത് ഞാൻ പറയാം. എങ്ങനെയെങ്കിലും ഈ കേസ് ജയിക്കണമെന്നുള്ളത് എനിക്കൊരു വാശിയായിരുന്നു. അങ്ങനെ രാവും പകലും ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടു. അവിടുന്ന് ഇവിടുന്നുമായിട്ട് എനിക്ക് ചെറിയ തരത്തിലുള്ള ക്ലൂകളൊക്കെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ ലൂസിയെ കണ്ടു. പക്ഷേ എനിക്ക് അവനെ അങ്ങോട്ട് മനസ്സിലായില്ല. കാരണം എനിക്ക് അവനെ മുൻപരിചയമൊന്നുമില്ല. പക്ഷേ എവിടെയോ കണ്ടു മറന്ന ഒരു ഫേസ് കട്ട്. പിന്നെ ഞാൻ മനസ്സിലായ നമ്മുടെ ലിയയുടെ ട്വിൻ ബ്രദർ അല്ലേ. അപ്പം ആ ചായ ഉണ്ടാവാതിരിക്കില്ലല്ലോ. പിന്നീട് എനിക്ക് കിട്ടിയ ക്ലൂ ബാറിൽ വെച്ചായിരുന്നു. ആ ക്ലൂ എന്നെ കൊണ്ടെത്തിച്ചത് പാപ്പനിലേക്കാ. പാപ്പ, കൃഷ്ണ, എന്താ പാപ്പ ഇതൊക്കെ? നിങ്ങൾ
എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. വന്നില്ലെങ്കിൽ വരുത്തിക്കണമെന്ന് വിചാരിച്ചതാ. അവിടുന്ന് പാപ്പൻ എന്നെ കൊണ്ടുപോയത് നവിൻ്റെ അടുത്തേക്കാണ്. അപ്പം ഞാൻ വീണ്ടും ഷോക്കായി. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ ലൈക്ക് സോഹനിപ്പോൾ തൊട്ട് മുന്നേ സംഭവിച്ചതുപോലെ തന്നെയാണ് ഞാനും ആകെ തറച്ചു നിന്നുപോയി. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തൊപ്പി ഊരി വെച്ചു. എൻ്റെ അമ്മയെ കൊന്നവരെ ഇല്ലാതാക്കിയിട്ടേ എനിക്ക് ഇനി ഉറക്കമുള്ളൂ എന്ന് ഞാൻ നിശ്ചയിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജോലിയിൽ നീതി പുലർത്താൻ സാധിച്ചില്ല. മനഃപൂർവ്വമാണ് ഈ കേസ് ഞാൻ നീട്ടി കൊണ്ടുപോയത്. ആ മിസ്സിങ് കേസ് പഠിച്ചു തുടങ്ങുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെ അവസാനം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. പാപ്പനെ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി എല്ലാത്തിൻ്റെയും പിന്നിൽ ഇവരാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനഃപൂർവ്വം ഈ കേസ് വഴി തിരിച്ചു വിട്ടത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ ജോലിയോട് ചെയ്യുന്ന നന്ദികേടാണിത്. ഐ നോ ദാറ്റ്. പക്ഷേ എൻ്റെ അമ്മയെ കൊന്നവരെ ഇല്ലാതാക്കാൻ എനിക്കിതല്ലാതെ വേറൊരു മാർഗവും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. നവീൻ, കിച്ചു, അപ്പോൾ ആ മിസ്സിംഗ് ആണെന്ന് പറയപ്പെടുന്ന കുട്ടി, അവളെ നിങ്ങൾ എന്താ ചെയ്തേ? എല്ലാവരും ചേർന്ന് കൊന്നോ അതിനെ? പ്രഗ്നൻ്റ് ആണെന്നുള്ള ഒരേ ഒരു കാരണത്തിൽ കൊന്നില്ല. ബട്ട് അതിനുശേഷം അവൾ ഈ പുനർലോകം കണ്ടിട്ടേയില്ല.